Exercise 3.2 question number 1. Question number 1 എന്ന് പറയുമ്പോൾ ഇത് രണ്ട് പാർട്ടാണ് ഈ ക്വസ്റ്റ്യന്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് എനിക്ക് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് അത് നിങ്ങൾ ഒരു കാര്യം ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഇതിന് 3.1 കാണുക. 3.1-നകത്തിൽ ഗ്രാഫിനെ കുറിച്ചൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് പാർട്ടായതുകൊണ്ടും ഗ്രാഫും സൊല്യൂഷനും എല്ലാം കൂടെ വരുന്നതുകൊണ്ടും ലെന്തി ആയതുകൊണ്ട് ഞാൻ ഇത് സൊല്യൂഷന് എഴുതി വെച്ചിട്ടങ്ങ് പറയുകയാണ്. അല്ല അപ്പം ഇത് നേരത്തെയുള്ള പാർട്ട് കാണാത്തവർ അത് കാണുക. ഫസ്റ്റ് 3.1 കണ്ടിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പം 10 students of class 10 took part in a mathematical quiz. If the number of girls is 4 more than the number of boys, find the number of boys and girls who took part in the quiz. അതായത് 10 students of class 10 took part in a mathematical quiz. If the number of girls is 4 more than the number of boys, find the number of boys and girls who took part in the quiz. ഇതിൽ നിന്ന് നമുക്ക് അതിൽ ആ ക്ലാസ് 10-ൽ ബോയ്സും ഗേൾസും ഉണ്ടെന്നും അവരുടെ ടോട്ടൽ സ്റ്റുഡൻസ് 10 ആണെന്നും മനസ്സിലായി. അപ്പം ഇനി നമുക്കറിയത്തില്ല നമ്പർ ഓഫ് ബോയ്സ് എത്ര, നമ്പർ ഓഫ് ഗേൾസ് എത്ര ആണെന്ന്. അപ്പം അതാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഇപ്പം ലെറ്റ് നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എക്സ് ആണെന്നും നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് വൈ ആണെന്നും നമ്മൾ അസ്യൂം ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് എന്താണ് പറഞ്ഞത്? ടോട്ടൽ സ്റ്റുഡൻസ് 10 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 ആവും. നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമ്മൾ വൈയുടെ വാല്യൂ കാണാൻ എക്സിനെ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്തു. വൈ ഈസ് ഈക്വൽ ടു 10 മൈനസ് എക്സ് കിട്ടി. അപ്പോൾ അതിൻ്റെ വാല്യൂ കൊടുക്കാൻ പോവുകയാണ്. എക്സിന് ഞാൻ 0 കൊടുത്തു. അപ്പോൾ 10 മൈനസ് 0 വൈ 10 കിട്ടും. അപ്പോൾ കോർഡിനേറ്റ്സ് 0 10 കിട്ടും. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഞാൻ എക്സിന് 5 കൊടുത്തു. അപ്പോൾ 10 മൈനസ് 5 വൈ 5 കിട്ടും. അപ്പോൾ 5, എക്സ് 5 കിട്ടും. നെക്സ്റ്റ് ഞാൻ എക്സിന് 7 കൊടുത്തു. അപ്പോൾ 10 മൈനസ് 7 എന്ന് പറയുന്നത് 3 കിട്ടും. 7, 3 കിട്ടും. അപ്പം ഫസ്റ്റ് കണ്ടീഷനായി. ഇനി സെക്കൻഡ് കണ്ടീഷൻ അവർ പറയുന്നത് നോക്കിയാൽ ഇഫ് നമ്പർ ഓഫ് ഗേൾസ് ഈസ് 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ്. ഇവിടെ ഈ ക്ലാസ്സിൽ ഗേൾസാണ് കൂടുതൽ. എത്ര ബോയ്സ് ഉണ്ടോ അവരെക്കാൾ 4 കൂടുതലാണ് ഗേൾസ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പം നമുക്കറിയാം നമ്മൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനാണ് പഠിക്കുന്നത്. ഇതിന് നമുക്ക് പെയർസ്, അതായത് 2 ഇക്വേഷൻസ് വേണം, ഒരു പെയർ വേണം. ഫസ്റ്റ് ഇക്വേഷനായി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ വേണം. അതിന് ഉറപ്പായിട്ടും അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ബോധം, അതായത് നിങ്ങൾക്ക് എപ്പോഴും വേണ്ട ഒരു അറിവെന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വേണം. മസ്റ്റായിട്ട് ഇതിൽ 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവും. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം സെക്കൻഡ് പറയുന്നത് എന്താണ്? ഗേൾസ് ഈസ് 4 മോർ ദാൻ നമ്പർ ഓഫ് ബോയ്സ് എന്നാണ്. അപ്പം നമ്മൾ ഇവിടെ കൊടുത്തു ഗേൾസിന് വൈ എന്ന് കൊടുത്തു, ബോയ്സിന് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ സെക്കൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 വരും. എങ്ങനെയാണ് വന്നത്? ഗേൾസാണ് ബോയ്സിനേക്കാൾ 4 കൂടുതൽ. അപ്പോൾ ഇക്വേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ബോയ്സിന് എക്സ് എന്നും ഗേൾസിന് വൈ എന്നും ആയിരുന്നു കൊടുത്തത്. നമുക്കിവിടെ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 വന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. എക്സിന് 2 കൊടുത്തു. എക്സിന് 2 കൊടുത്തപ്പോൾ വൈ 2 പ്ലസ് 4 6 ആയി. നെക്സ്റ്റ് ഞാൻ എക്സിന് 6 കൊടുത്തു. അപ്പോൾ 6 പ്ലസ് 4 വൈ 10 കിട്ടി. നെക്സ്റ്റ് ഞാൻ എക്സിന് 10 കൊടുത്തു. അപ്പോൾ 10 പ്ലസ് 4 എന്ന് പറയുന്നത് 14 കിട്ടി. അപ്പം എക്സ് വൈ കോർഡിനേറ്റ് 2 6 6 10 10 14 കിട്ടി. അപ്പം നമ്മുടെ ആൾജിബ്രിക് സൊല്യൂഷൻ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഗ്രാഫിലേക്ക് പോകാം. ഗ്രാഫ് നോക്കിക്കാട്ട് ഗ്രാഫും ഇവിടെ വരച്ച് വെച്ചു. നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടിട്ട് മാർക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഫസ്റ്റ് നമുക്ക് സൊല്യൂഷനിൽ കിട്ടിയിരിക്കുന്നത് എക്സ് 0ക്ക് വൈ 10 കിട്ടി. എക്സ് 0 വൈ 10 ആണ് കിട്ടിയത്. അപ്പോൾ ആ എക്സിന് 0 കാണിച്ച് വൈക്ക് 10 വാല്യൂ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എക്സ് 0 വൈ 10 വരുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഏത്
ആക്സിസിലായിരിക്കും, വൈ ആക്സിസിലായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇത് വന്നു, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ്റെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് 5ഉം 5ഉം വന്നു, എക്സ് 5 വന്നു, വൈയും 5 വന്നു. അപ്പോൾ എക്സ് 5 വൈ 5, എക്സ് 5 വൈ 5 ആകുമ്പോൾ ഇവിടെ വരും, ശരിയല്ലേ? എക്സ് 5 വൈ 5 ആകുമ്പോൾ ഇവിടെ വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ് 7ഉം വൈ 3യുമാണ്. അപ്പോൾ എക്സ് 7ഉം വൈ 3യും വരുമ്പോൾ ഇവിടെയാണ് 3 ഇവിടെ വരുന്നത്, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ്റെ ഗ്രാഫ് കിട്ടി, അതാണ്ട് ജോയിൻ ചെയ്യാൻ പോവാണ്, സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പം അത് നമ്മൾ കോർഡിനേറ്റ്സും ഇവിടെ നമുക്ക് എഴുതാം. നമുക്ക് ഗ്രാഫിൻ്റെ നെയിം കൊടുക്കണം, അതായത് ഈ എന്തിൻ്റെ സൊല്യൂഷനാണത്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 എന്ന സൊല്യൂഷനാണ്, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഇനി നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ അനുസരിച്ച് എക്സ് 2 ആകുമ്പോൾ വൈ 6, എക്സ് 2 ആകുമ്പോൾ വൈ 6 ഇവിടെ വരുന്നു, എക്സ് 2 ആകുമ്പോൾ വൈ 6 ഇവിടെ വരും. നെക്സ്റ്റ് എക്സ് 6 ആകുമ്പോൾ വൈ 10, എക്സ് 6 ആകുമ്പോൾ വൈ 10, അപ്പോൾ എക്സ് 6 വൈ 10 ഇവിടെ വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ് 10 ആകുമ്പോൾ വൈ 14, എക്സ് 10 ആകുമ്പോൾ വൈ 14, എക്സ് 10 വൈ 14 ഇവിടെ വരും. അപ്പോൾ ഇതിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ നോക്കിക്കാട്ടെ. ഇത് സെക്കൻഡ് സൊല്യൂഷൻ്റെ ഗ്രാഫും നമുക്ക് ആയി. അപ്പം ഇതെന്ത് ചെയ്യുന്നു? ഇത് ഇവിടെ ആൻറ്റിക്കൊരു തെറ്റ് പറ്റി ഇവിടെ തന്നെ കൊണ്ട് ഇത് എഴുതിയത് ഒരു അബദ്ധമായിപ്പോയി. അപ്പം സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പം ഇവിടെ നമുക്ക് ഇത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ഏതാണെന്ന് നോക്കിക്കാട്ട്. ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് എക്സ് 3 കിട്ടി, എക്സ് 3യും കിട്ടി, വൈ എന്ന് പറയുന്നത് 7ഉം കിട്ടി, വൈ 7ഉം കിട്ടി. അപ്പം ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നമുക്കിവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. ഇത് ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ്, യുണീക്ക് വാല്യൂ ആണ്. അപ്പം ഗേൾസ് എന്ന് പറയുന്നത് 7ഉം ബോയ്സ് 3യും അല്ലയോ? അപ്പം 7 ടോട്ടൽ സമ്മ് നമുക്ക് 10ഉം കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. അതായത് 5 പെൻസിൽ ആൻഡ് 7 പെൻസ് ടുഗദർ കോസ്റ്റ് ₹50, whereas 7 pencil and 5 pens together cost ₹46. Find the cost of 1 pencil and that of 1 pen. ഇവിടെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്തത് ഏതാണോ? ഈച്ച് പെൻസിലിൻ്റെയും പെന്നിൻ്റെയും കോസ്റ്റാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. അപ്പം നമ്മളിപ്പം 5 പെൻസിൽ എന്ന് പറയുമ്പോൾ 5 പെൻസിലിൻ്റെ കൂടെ നമ്മൾ കടയിൽ പോയി 5 പെൻസിൽ മേടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കും ഒന്നിന് എത്രയാണ് കോസ്റ്റ് എന്ന്. അപ്പോൾ അതനുസരിച്ച് ഇപ്പം 3 രൂപയെന്ന് പറയുകയാണെങ്കിൽ 5 × 3 15. അതേപോലെ നമുക്കിവിടെ എന്തറിയണം? 5 പെൻസിലിന് വരുന്ന കോസ്റ്റ് അറിയണം, 7 പെൻസിന് വരുന്ന കോസ്റ്റ് അറിയണം. ടോട്ടൽ നമുക്കുണ്ട്. നമ്മൾ പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് 7 പെൻസിലും 5 പെൻസും 46 ആവണം. അപ്പം നമുക്കിവിടെ അറിയേണ്ടത് ഒന്നിൻ്റെ വാല്യൂ ആണ്. അപ്പം നോക്കിക്കാട്ടെ. ഇപ്പം ലെറ്റ് കോസ്റ്റ് ഓഫ് 1 പെൻസിലിനുള്ളത് എക്സും കോസ്റ്റ് ഓഫ് 1 പെൻ എന്നുള്ളത് വൈയും വന്നു. കോസ്റ്റ് ഓഫ് 1 പെൻസിൽ എക്സ്, കോസ്റ്റ് ഓഫ് 1 പെൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? 5 പെൻസിലിനും 7 പെന്നിനൂടെ ₹50. അപ്പോൾ 5 പെൻസിൽ കോസ്റ്റാണിത്, ഇത് എണ്ണം 5x + 7y = 50. നമ്മൾ ഓൾറെഡി ചെയ്തത് കൂട്ട് എന്ത് ചെയ്തു? വൈയുടെ വാല്യൂ കണ്ടുപിടിച്ച്. ഇത് ഫസ്റ്റ് എക്സസൈസ് നോക്കണം, അറിയാൻ വയ്യാത്തവർ എങ്കിലും അതിൻ്റെ ഒന്ന് കാണിക്കുവാണ്. അതായത്
ഇവിടെ നമുക്ക് 5x പ്ലസ് 7y ഈസ് ഈക്വൽ ടു 15 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകും. 7y ഈസ് ഈക്വൽ ടു 50 മൈനസ് 5x ആവും. y എന്ന് പറയുന്നത് 50 മൈനസ് 5x അപ്പോൾ 7 വരും. മനസ്സിലായോ? അപ്പം അങ്ങനെ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഓരോന്നിനും വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. ആൻറ്റി അത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പം ഓൾറെഡി ആൻറ്റി പറഞ്ഞത് കൂട്ട് എന്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് 7ൻ്റെ മൾട്ടിപ്പിൾ കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണേ ഇവിടെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ നമുക്ക് 7ൻ്റെ 5, അതായത് ഇവിടെ 5ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതിനെ ഏത് കൊണ്ട് ഇൻറ്റു ചെയ്താലും ഇവിടെ 5 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ 0 or 5 ആയിരിക്കും. 5ൻ്റെ മൾട്ടിപ്പിൾ ലാസ്റ്റ് ഡിജിറ്റ് 0 or 5 ആണ്. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ വരണം. അതുകൊണ്ട് ആൻറ്റി ഫസ്റ്റ് 3 എടുക്കുമ്പോൾ 35 കിട്ടുമല്ലോ. y ഈസ് ഈക്വൽ ടു 5 മൈനസ് 5 ഇൻറ്റു 3/7. അപ്പോൾ y എന്ന് പറയുന്നത് 5 മൈനസ് 15/7, 35/7. ദാറ്റ് ഈസ് എത്ര കിട്ടും? 5 കിട്ടും. ആ രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ആദ്യം ആൻറ്റി 3 എടുത്തു. വൈൻ്റെ വാല്യൂ എത്ര കിട്ടി? 5 കിട്ടി. നെക്സ്റ്റ് ഞാൻ 10 എടുത്തു. 10 എടുത്തപ്പോൾ ഇത് 50 ആയി, ഇതും 50 ആയി. 50 മൈനസ് 50 0 വരെ. നെക്സ്റ്റ് എനിക്ക് 70 ഞാൻ ഉദ്ദേശിച്ചു. 70 കിട്ടാൻ വേണ്ടി ഞാൻ -4 എടുത്തു. അപ്പം -4ഉം -5ഉം കൂടെ എത്ര ആവും? -4ഉം -5 കൂടെ +20 ആവും. 50 + 20 എന്ന് പറയുന്നത് എത്ര ആവും? 70 ആവും. ശരിയല്ലയോ? കാണിക്കാം. അതായത് ഞാൻ എക്സിന് -4 എടുത്തു വാല്യൂ. അപ്പോൾ 50 മൈനസ് 5 ഇൻറ്റു -4/7. അപ്പോൾ 50 ഇത് രണ്ടും കൂടെ മൈനസും കൂടെ പ്ലസ് ആവും. 4/7 20/7 ദാറ്റ് ഈസ് 70/7. അപ്പോൾ y എന്ന് പറയുന്നത് എത്ര കിട്ടി? y 10 കിട്ടി. ലെന്തി ആയതുകൊണ്ടാണ് നമുക്ക് കാൽക്കുലേഷൻ എല്ലാം കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പം -4/10 കിട്ടി. സിമിലർലി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 7 പെൻസിലിനും 5 പെന്നിനൂടെ 46 എന്നാണ്. അപ്പോൾ ഇതേപോലെ ആൻറ്റി എന്തെടുത്തു? ഇയാളെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് വൈയെ മാത്രം ഇപ്പുറത്താക്കാൻ വേണ്ടി വൈയുടെ കോഎഫിഷ്യൻറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തു. മനസ്സിലായില്ല? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. ഇതേപോലെ വാല്യൂ കൊടുത്തു. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇത് 5ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്ക് 5 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റിൽ 5 0 ലാസ്റ്റ് ഡിജിറ്റ് വരുമ്പോഴാണ് കാൽക്കുലേഷൻ ഈസി. അതനുസരിച്ച് ആൻറ്റി എക്സിന് എത്ര കൊടുത്തു? 3 കൊടുത്തു. അപ്പോൾ ഇതെത്രയായി? എക്സും 3യും 7ഉം കൂടെ 21 ആയി. 46ൽ നിന്നും 21 കുറച്ച് 25 ആയി. അപ്പോൾ എത്ര കിട്ടും? y 5 കിട്ടും. മനസ്സിലായോ? അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കണേ ഇത്. പിന്നെ അതേപോലെ ഞാൻ 8 കൊടുത്തു. എക്സിന് 8 കൊടുത്തപ്പോൾ എത്ര വന്നു? 46 മൈനസ് 56/5 വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -10/5 -2 വന്നു. മനസ്സിലായോ? നെക്സ്റ്റ് ഞാൻ -2 കൊടുത്തു. -2 കൊടുത്തപ്പോൾ ഓൾറെഡി പറഞ്ഞു തൊട്ട് 47 -7 ഇൻറ്റു -2/5. അപ്പം എനിക്കിവിടെ ഇത് രണ്ടും കൂടെ 0 ആക്കാനായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ 46 ഇത് രണ്ടും കൂടെ എത്രയായി? +14/5. അപ്പം 60/5 ആയി എന്ന് പറയുമ്പോൾ y 12 വരും. മനസ്സിലായി? അപ്പോൾ y 12 വന്നു. അപ്പം നമുക്ക് സൊല്യൂഷൻ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഗ്രാഫിലേക്ക് പോവാണ്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗ്രാഫിലേക്ക് പോകാം. ഗ്രാഫ് ഓൾറെഡി ആൻറ്റി ഇവിടെ ആക്സിസ് വരച്ചു വെച്ചു. ആക്സിസ് നിങ്ങൾ മാർക്ക് ചെയ്യാൻ മറക്കരുത്. y ആക്സിസും x ആക്സിസും മാർക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സിന് x 3 ആകുമ്പോൾ y 5, x 3 ആകുമ്പോൾ y 5, x 3 y 5 ഇവിടെ വരുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് x 10 ആകുമ്പോൾ y 0. x 10 ആവുന്നത് ഇവിടെയാണ്. y 0 എന്ന് പറയുമ്പോൾ അത് x ആക്സിസിൽ തന്നെ കിടക്കും.
അപ്പോൾ അത് ഇവിടെ വന്നു. ഓക്കെ, നെക്സ്റ്റ് എക്സ് -4 വൈ 10 ആവുന്നു. എക്സ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ വാല്യൂ അനുസരിച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോഴും നമ്മളിപ്പോൾ പേപ്പറിന് മിഡിലായിട്ട് വരയ്ക്കാൻ നോക്കണം. ഇങ്ങോട്ട് വാല്യൂ മൈനസ് വാല്യൂ കൂടെ വേണമെന്നുള്ള ഒരു ഇതിൽ വേണം നിങ്ങൾ വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ എന്തിനാ എക്സിന് എത്ര നമ്മൾ വാല്യൂ കൊടുത്ത് -4 വൈ 10 ആയി. അപ്പോൾ എക്സ് -4 വൈ 10 കണ്ടോ ഇവിടെ വന്നു. അപ്പം നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷനായി. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ 5x + 7y = 50. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷനിലോട്ട് പോവാം. സെക്കൻഡ് ഇക്വേഷന് സൊല്യൂഷനിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് 3 ആകുമ്പോൾ വൈ എത്ര വന്നിരിക്കുന്നു? 5 വന്നിരിക്കുന്നു. അത് ഇവിടെ തന്നെ ഉണ്ട് x3. അപ്പോൾ ഇത് തന്നെയാണ് ഒരു വാല്യൂ. അപ്പോൾ നമുക്ക് ഇപ്പോഴേ മനസ്സിലായി അതാണ് വാല്യൂ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് അതാണെന്ന് ഇപ്പോഴേ നമുക്ക് മനസ്സിലായി. പിന്നെ x8 ആകുമ്പോൾ y -2 ആവുന്നു. x8 ആകുമ്പോൾ -2 താഴോട്ട് വൈയുടെ വാല്യൂ മൈനസ് x8 y -2 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നു. മനസ്സിലായി? ഇപ്പോൾ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ x -2 ആകുമ്പോൾ y 12 വരുന്നു. x -2 y 12 കണ്ടല്ലോ. നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ സ്കെയിലിൻ്റെ ലെന്ത് കണ്ടോ, നമുക്ക് വാല്യൂ എത്ര കിട്ടി? 3, 5 കിട്ടി എന്ന് പറയുമ്പോൾ ഇതും ഒരു യുണീക്ക് സൊല്യൂഷനാണ്. ഇൻ്റർസെക്റ്റിംഗ് ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആരോ മാർക്ക് കൊടുക്കാൻ മറക്കരുത്. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ഇതൊരു പോയിൻ്റായിരുന്നു, സോറി. ഇത് വരയ്ക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശ്രദ്ധിച്ചില്ല. അപ്പം നോക്കി, ഇപ്പം നമുക്ക് ആരോ മാർക്ക് കൊടുക്കണം. വാല്യൂ എത്ര കിട്ടി? ഈ വാല്യൂ ഒത്തു വരണമെങ്കിൽ ഒരു പെൻസിലിന് 3ഉം ഒരു പെന്നിന് 5 റുപ്പീസും ആണെങ്കിൽ മാത്രമേ ഈ വാല്യൂ ഒത്തു വരികയുള്ളൂ. മനസ്സിലായല്ലോ?